മക്കൾ എത്ര തള്ളിപ്പറഞ്ഞാലും അവരോട് പൊറുക്കാനല്ലാതെ വെറുക്കാൻ പറ്റുമോ വേണുവേട്ടാ? വെറുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നിനക്കും പറ്റൂല, എനിക്കും പറ്റൂല. അങ്ങനെയൊക്കെ കാണിക്കുന്ന മാതാപിതാക്കളുണ്ടായിരിക്കാം. മോനെ പ്രതാപ, അല്ല, ഓർക്കാൻ നീ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം പിന്നെ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിൽ ചേച്ചിക്ക് സങ്കടമുണ്ട്. ഋതികയ്ക്ക് കുഞ്ഞുണ്ടായ നീ എങ്ങനെയാ അപ്പൂപ്പനാവുന്നേ? അതിന് ഋതിക നിന്റെ മകളല്ലല്ലോ, ഋതിക വളർത്തു മകളല്ലേ. നീ അപ്പൂപ്പനാവണമെങ്കിലേ നിന്റെ ഭാര്യയിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കണം. അതിന് ഇനിയും അവസരമുണ്ട്. ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? എടാ, നിനക്കതിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ പ്രതാപ. കുഞ്ഞ് വേണ്ട, അത് വിട്ടേക്ക്. പക്ഷേ നിനക്കൊരു കല്യാണം കഴിച്ചൂടെ? ചേച്ചിക്ക് വേറെ ഒന്നും സംസാരിക്കണില്ലേ? മോനെ, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാ. നീ ഒന്ന് മൂളിയാ മതി, പെണ്ണിനെ ഞാൻ കണ്ടെത്താം. ഒന്ന് ആലോചിച്ച് നോക്ക്. മനസ്സിനകത്ത് വെറുതെ വേഷം കലക്കി. അമ്മേ, ഹരിഷേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി, വേഗം വാ. ഇത്ര പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? എന്റെ മരുമോള് മിടിക്കുകയാണല്ലോ. അമ്മ ഇരിക്കെ, ഞാൻ ഹരിഷിനെ വിളിച്ചിട്ട് വരാം. നിനക്ക് ഇന്നത്തെ പണി ഞാൻ തരാൻ പോകുന്നതേ സാമ്പാറിലും ചമ്മന്തിയിലോ. അവനും നീയും തമ്മിലുള്ള വഴക്ക് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാര സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. ഉപ്പിട്ട് കഴിച്ച ചമ്മന്തിയും എരിവ് കൊണ്ട് പൊളയുന്ന സാമ്പാറും. അങ്ങനെ അങ്ങനെ പതുക്കെ തുടങ്ങാം. ഇന്നെന്റെ മരുമോളുണ്ടാക്കിയ ആഹാരോ. ഇത് കഴിക്കാനുള്ള ഭാഗ്യം അയാൾക്കില്ലാതെ പോയി. നിന്റെ അച്ഛനെ. നല്ല പൂ പോലുള്ള ഇഡലിയാ, തൊടുമ്പോ തന്നെ നല്ല രസമുണ്ട്. കറിയെടുക്ക്. അമ്മയ്ക്ക് എടുക്കട്ടെ. മതി. ഇത് ഉപ്പിട്ട് കഴിച്ചിരിക്കാണല്ലോ. ഭയങ്കര ഉപ്പ്. അതൊന്നും സാരില്ല. ദാ, നീ ആ ചമ്മന്തി മാറ്റി വെച്ചേ. അതവൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും. നീ ഈ സാമ്പാർ എടുത്തു വെച്ച് കഴിക്കേ. നല്ല അടിപൊളി സാമ്പാറാണെന്ന് തോന്നുന്നു. മണം അടിക്കുമ്പോ തന്നെ അറിയാം. ഇതെന്തരുവാ ഇത്? എന്റെ അമ്മോ, പൊടി. എന്താ അമ്മേ?
ഇതെന്തു പറ്റിയതാ മോളെ നിനക്ക്? ഇത്രയും മുളക് പൊടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഉപ്പും എരിവൊക്കെ നോക്കിയതാണല്ലോ. നോക്കിയിട്ട് എങ്ങനെ? ചമ്മന്തി ആണെങ്കിൽ കഴിച്ചിട്ട് തൊടാൻ മേല, സാമ്പാറാണെങ്കിൽ ഉടുക്കത്തരൂ. ഇനിയിപ്പോ വിശപ്പിന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണം. എന്തായാലും നീ ഇനി ഉണ്ടാക്കി തരണ്ട. ശ്രദ്ധ കുറവാടാ. ഇവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ല. എന്തോ തക്കതായ കുഴപ്പമുണ്ട് ഇവക്ക്. അത് മനസ്സിന് തന്നെയാ. സൂക്ഷിക്കണം മോളെ. പിന്നെ കരച്ചിലും പിഴിച്ചിലൊക്കെ തുടങ്ങിയ മകളെ ഓർത്തായിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേടി? മക്കൾ എത്ര തള്ളിപ്പറഞ്ഞാലും അവരോട് പൊറുക്കാനല്ലാതെ വെറുക്കാൻ പറ്റുമോ വേണുവേട്ട? വെറുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നിനക്കും പറ്റൂല, എനിക്കും പറ്റൂല. അങ്ങനെയൊക്കെ കാണിക്കുന്ന മാതാപിതാക്കളുണ്ടായിരിക്കാം. നമ്മളെന്തായാലും അങ്ങനെയല്ലല്ലോ. പക്ഷെ നമ്മൾ മക്കളെ വളർത്തിയത് മൃഗങ്ങളായിട്ടൊന്നുമില്ലല്ലോ. അവര് നമ്മുടെ പൊന്നോമനകളാ. അതിലൊരാളുടെ കണ്ണൊന്നും കലങ്ങിയ നമ്മുടെ ഇടനെഞ്ച് പിടയും. പക്ഷേ എൻ്റെ നിന്റെ മനസ്സ് ശ്രീലക്ഷ്മി മനസ്സിലാക്കുന്നുണ്ടോടി? ശ്രീലക്ഷ്മി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് വേണുവേട്ട. അവള് മനസ്സുകൊണ്ട് തിരുത്തുന്നത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അവള് മനഃപൂർവ്വം നമ്മൾ വെറുക്കുന്നതോ തള്ളിപ്പറയുന്നതല്ല. ഭർത്താവിനോട് അമ്മായിമ്മയോടൊപ്പം വഴക്കില്ലാതെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞങ്ങനെ ചെയ്തു പോകുന്നതാ. എനിക്ക് ആ രുക്മിണിയെ പേടിയാ. അവള് നമ്മുടെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് എന്റെ ഭയം. ഏയ്, രുക്മിണി വാക്കുകൊണ്ടൊക്കെ മോളെ വേദനിപ്പിച്ചേക്കാം. അല്ലാതെ എന്തെങ്കിലും ചെയ്താ ഹരീഷ് തള്ളയാന്നൊന്നും നോക്കൊന്നുമില്ല, ചേരിപ്പെടുത്തി കളയും. ഇന്നലെ കൂടി ഞാൻ ശ്രീമോളുടെ ജാതകം ഒന്ന് വായിച്ചതാ. ജാതകവശ ഇപ്പൊ ഇത്തിരി കഷ്ടതയുണ്ട്. അതൊക്കെ പതുക്കെ മാറും.